പിറന്നാൾ ആഘോഷത്തിൽ 251 കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ച് മലയാളി യുവതിയും സുഹൃത്തും മരണപ്പെട്ടു. ബോംബെയിലാണ് ഈ സംഭവം നടന്നത്. ബോംബെ ബാന്ദ്ര വെസ്റ്റ് ഹിൽ പാലി ഹില്ലിലെ അബാർ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ബാബു ജേക്കബിൻ്റെയും ഭാര്യ ഗേളിയുടെ മകൾ റെബേക്കയാണ് മരണപ്പെട്ടത്. റെബേക്കയുടെ സുഹൃത്തും മരണപ്പെട്ടു. റെബേക്കയ്ക്ക് 24 വയസ്സുണ്ട്. സുഹൃത്ത് യോഗേഷ് കിഷനും 24 വയസ്സ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു റെബേക്കയുടെ ബർത്ത്ഡേ. ആ ദിവസം ഇവർ രണ്ടുപേരും റൈഡിന് പോയി. അവർ 251 കിലോമീറ്റർ സ്പീഡിൽ അവരുടെ വാഹനം ഓടിച്ചു. അത് സോഷ്യൽ മീഡിയയിലെ ആ അപകടത്തിന് തൊട്ട് മുമ്പ് അത് അവർ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. 251 കിലോമീറ്റർ സ്പീഡെന്ന് ആ സോഷ്യൽ മീഡിയയിൽ അവർ ഇട്ട ആ സംഭവത്തിൽ പ്രത്യേകമായി റെക്കോർഡ് ചെയ്ത് കാണുന്നുമുണ്ട്. അവരുടെ സുഹൃത്ത് അങ്കദ് ആ വാഹനത്തിലുണ്ടായിരുന്നു. അങ്കദും ഗുരുതരമായ പരിക്കുകളുടെ ആശുപത്രി കിടപ്പുണ്ട്. ഇവർ രണ്ടുപേരും ഓൺ ദ സ്പോട്ടിൽ മരിച്ചിരിക്കുന്നു. ബോംബെ ബാന്ദ്രയിലായിരുന്നു അപകടം. അവിടെ ബോംബെ വഡോദര ഹൈവേയിലെ ചിറ്റുവാല ഭാഗത്ത് നിന്ന് ബദ്ലാപൂരിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഇത് നമ്മളൊരു പാഠമാക്കേണ്ടതാണ്. കുട്ടികളെല്ലാം അവരെല്ലാവർക്കും പിറന്നാൾ ആഘോഷം വലിയ സംഭവമായിട്ട് കൊണ്ടുവരികയാണ്. അതിന് എവിടെ വേണമെങ്കിലും പോകും. ട്രെക്കിങ്ങിന് പോകും, ഹിമാലയത്തിൽ പോകും, ഹൈ സ്പീഡിൽ വാഹനം ഓടിക്കും, ഹോട്ടലുകളിൽ വൻ പാർട്ടി നടത്തും. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഓരോ സംഭവത്തിലും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് കാണുന്നത്. ബോംബെയിലെ ബാന്ദ്രയിൽ താമസിക്കുന്ന ബാബു ജേക്കബിൻ്റെയും ഭാര്യ ഗളിയുടെയും റൂട്ടുകൾ കോട്ടയത്താണ്. അവർ ബാന്ദ്ര വെസ്റ്റ് ഹില്ലിൽ ആണ് താമസിക്കുന്നത്. ചിലവേറിയ ഒരു ഏരിയ ആണ് അവിടെ. അത്ര വലിയ പണക്കാർക്ക് മാത്രമേ ബാന്ദ്ര വെസ്റ്റ് ഹില്ലിൽ പാലി ഹില്ലിലൊക്കെ താമസിക്കാൻ കഴിയുള്ളൂ. പെൺകുട്ടിയുടെ സഹോദരി റേച്ചൽ ഇളയ ഒരു കുട്ടിയുണ്ട്. ഈ മകളും ഈ യോഗേഷ് കിഷനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അവരാഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കാറിൽ ഇവർ ബാന്ദ്രയിൽ നിന്ന് യാത്ര തിരിച്ചത്. വഡോദര ഹൈവേയിൽ ചിറ്റുവാലയിൽ വെച്ച് അതിൻ്റെ സ്പീഡ് 251 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അവർ നമുക്ക് അവർ ഇട്ടത് നമുക്കെല്ലാവർക്കും കാണാം. ഈ ഒരു സംഭവം ആ വാഹനം ഇടിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടു. അത് ദൃക്സാക്ഷികളായി നിന്നവർ പറയണത് ഡിവൈഡറിൽ ആ 250 കിലോമീറ്റർ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ട് അത് 6-7 പ്രാവശ്യം മറിഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ തന്നെ രണ്ടുപേരും മരണപ്പെട്ടു. ഭാഗ്യം കൊണ്ട് അങ്കദ് രക്ഷപ്പെട്ടെങ്കിലും വെൻറ്റിലേറ്ററിലാണ്. ഗുരുതരമായ പരുക്കാണ് അയാൾക്ക് വെച്ചത്. ഇതുപോലെയൊക്കെയുള്ള ഭ്രാന്തുകൾ ധാരാളം കുട്ടികൾ സമൂഹത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ ആ ജന്മദിനത്തിന് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്ത് ആഘോഷമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത്രയും പണവും ചിലവാക്കി അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. അവർ പറയുന്നെങ്കിൽ അവരുമായിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുക. ഇതുപോലെയുള്ള വട്ടുതരം കാണിക്കുന്നത് ജീവൻ അപകടത്തിലാവും. രണ്ടുപേരുടെയും 24 വയസ്സുള്ള ചെറുപ്പക്കാർ എത്രയോ വർഷങ്ങൾ മുന്നോട്ട് പോകേണ്ടവരാണ്. അവർ രണ്ടുപേരും മരണമടഞ്ഞ് മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.